മുതലപ്പുഴയിൽ താൽക്കാലിക ആശ്വാസം. മണൽ നീക്കത്തിന് തടസ്സമുണ്ടാകില്ലെന്ന് സമരസമിതിയുടെ ഉറപ്പ്. നാളെ മുതൽ ഡ്രഡ്ജിംഗ് തുടങ്ങിയേക്കും. കോസ്റ്റൽ പോലീസുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയായത്. ജിബിൻ ജെബി ഉണ്ട്. ജിബിൻ, അങ്ങനെ സംഘർഷ സാഹചര്യമൊക്കെ തന്നെ മാറിക്കൊണ്ട് ഒരു സമവായത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തിയോ? എന്തൊക്കെ ഉറപ്പാണിപ്പോൾ നൽകിയിരിക്കുന്നത്? പ്രജീഷ്, മത്സ്യത്തൊഴിലാളികൾ അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി അവർ തന്നെ താഴ്ന്നു കൊടുക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളുടെ മുൻപിൽ ഈ ഹാർബർ എഞ്ചിനീയറിംഗിൻ്റെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൽകിയ ഒരു ഉറപ്പ് പോലും ഇന്ന് പാലിക്കപ്പെട്ടില്ല. അതായത് ഈ കഴിഞ്ഞ ദിവസം നടന്ന വലിയ പ്രതിഷേധത്തിനൊടുവിൽ ഇന്ന് രാവിലെയോടുകൂടി തന്നെ ഈ ഡ്രഡ്ജിംഗ് പുനരാരംഭിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം ഹാർബർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉറപ്പ് നൽകിയത്. പക്ഷേ ഇന്ന് രാവിലെ 7 മണിക്ക് ആരംഭിക്കുമെന്ന് പറഞ്ഞ മണൽ നീക്കം ഡ്രഡ്ജിങ് 10 മണിയായിട്ടും തുടങ്ങിയില്ല. തുടർന്നാണ് മത്സ്യത്തൊഴിലാളികളുടെ ഭാഗത്ത് നിന്ന് വലിയൊരു പ്രതിഷേധമുണ്ടായത്. ഇവർ ഈ ഹാർബറിലേക്ക് എത്തുകയും ഇവരുടെ മത്സ്യത്തൊഴിലാളികളുടെ ഒരു അടിയന്തര യോഗം കൂടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് അവർ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോയി ഒരു ചർച്ച നടത്തിയത്. കാരണം കഴിഞ്ഞ ദിവസം പോലീസിൻ്റെ കൂടി സാന്നിധ്യത്തിലാണ് ഈ ഹാർബർ എഞ്ചിനീയർ ഈ ഒരു ഉറപ്പ് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകിയത്. അതുപോലും ഇന്ന് പാലിക്കപ്പെടാത്ത അവസ്ഥയിൽ ആ ഉറപ്പ് നൽകിയ സമയത്ത് സാക്ഷിയെ പോലീസിനെ തന്നെ അവർ നേരിട്ട് പോയി കാണുന്ന ഒരു അവസ്ഥയുണ്ടായി. തുടർന്ന് പോലീസ് ഇടപെട്ടുകൊണ്ടാണ് ഹാർബർ എഞ്ചിനീയറുമായി ഒരു ചർച്ച നടത്തി താൽക്കാലികമായി ഈ സമരത്തിനും ഒരു സംഘർഷാവസ്ഥയ്ക്കും ഒരു അയവ് വന്നിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾ ഇപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്ന് വൈകിട്ടാണെങ്കിൽ പോലും ഇന്ന് വൈകിട്ട് ഡ്രഡ്ജിങ് ആരംഭിക്കാൻ തങ്ങളുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സുരക്ഷാ പ്രശ്നങ്ങളും ഉണ്ടാകില്ല എന്നുള്ളൊരു ഉറപ്പാണ് അവർ നൽകിയിരിക്കുന്നത്. കാരണം ഇന്ന് ഈ ഡ്രഡ്ജിങ് ആരംഭിക്കാത്തതിനുള്ള പ്രധാന കാരണമായി ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് പറയുന്നത് കഴിഞ്ഞ ദിവസം അവിടെ ഒരു സംഘർഷ സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെ അവർക്കൊരു സുരക്ഷ നൽകാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പില്ല ഈ തൊഴിലാളികൾക്ക്. അതുകൊണ്ടാണ് ഇന്ന് ഡ്രഡ്ജിങ് ഉണ്ടാകാത്തതെന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ പറയുന്നത് അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരുവിധ സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, പ്രകോപനങ്ങൾ ഉണ്ടാകില്ല. ഡ്രഡ്ജിങ്ങിന് വേണ്ട പൂർണ്ണ സജ്ജീകരണങ്ങളും സൗകര്യം അവർ തന്നെ ഒരുക്കി കൊടുക്കുമെന്നാണ് മത്സ്യത്തൊഴിലാളികൾ ഇപ്പോൾ ഉറപ്പ് നൽകിയിരിക്കുന്നത്. പക്ഷേ ഈ ചൊവ്വാഴ്ചയ്ക്ക് മുന്നേ ഈ ഡ്രഡ്ജിങ് ആരംഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സമരത്തിൻ്റെ ഗതി തന്നെ മാറുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ അവിടെയുള്ളത്. ശരി, മണൽ നീക്കത്തിന് തടസ്സമുണ്ടാകില്ല എന്നാണ് സമരസമിതി അറിയിക്കുന്നത്.